നമസ്കാരം. തേർഡ് ഡിവിഷൻ സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം. ഇറച്ചിവിലയുടെ വർധനവ് കാരണം ഹോട്ടലുകളിൽ മട്ടൺ, ബീഫ് ബിരിയാണികൾ ഒഴിവാകുന്നു. 3 മാസത്തിനിടെ ആട്ടിറച്ചി വില കിലോയ്ക്ക് 900 രൂപയിൽ നിന്ന് 1000 കടന്നു. ബീഫ് 400-ൽ നിന്ന് 460-ലെത്തി. കോഴിവിലയാകട്ടെ 120-130 എന്ന നിലയിലാണ്. കേരളത്തിൽ ആടുവളർത്തൽ കുറഞ്ഞതോടെ ഉത്തരേന്ത്യയിൽ നിന്നാണ് ഇറച്ചിക്കായി ആടുകളെ കൊണ്ടുവരുന്നത്. കോഴി തൂക്കും പോലെ കിലോയ്ക്ക് 350 രൂപ വെച്ചാണ് ജീവനോടെ ആടുകളെ തൂക്കുന്നത്. 3 ഇരട്ടി വിലയ്ക്ക് വിറ്റ് കച്ചവടക്കാർ വൻ ലാഭം കൊയ്യുകയാണെന്നാണ് പരാതി. തോൽ പൊളിച്ച് ഇറച്ചിയാക്കുമ്പോൾ മട്ടന്റെ വില 1000-ലേക്ക് എത്തും. കരൾ, കുടൽ, തലച്ചോറ്, ആട്ടിൻതോൽ എന്നിവയ്ക്കും നല്ല ഡിമാൻഡാണ്. ഈ വർഷമാണ് ആട്ടിറച്ചി വില 1000 രൂപയ്ക്ക് മുകളിലേക്ക് ഉയർത്തിയത്. ഒരു വർഷത്തിനുള്ളിലാണ് ബീഫ് വില 380-ൽ നിന്ന് 460 വരെ ഉയർത്തിയത്. പല കച്ചവടക്കാരും പല വിലയാണ് ഈടാക്കുന്നത്. വില നിയന്ത്രിക്കാനോ ഏകീകരിക്കാനോ ഇടപെടൽ നടത്താൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കും കഴിയുന്നില്ല. ഇറച്ചിക്ക് തീവിലയെങ്കിലും വിഭവങ്ങൾക്ക് വില വർദ്ധിപ്പിക്കില്ലെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. വില വർദ്ധിപ്പിച്ചാൽ അത് കച്ചവടത്തെ ബാധിക്കും. ഭൂരിഭാഗം ഹോട്ടലുകളും ചിക്കൻ ബിരിയാണിയിലേക്ക് മാറും. വെളിച്ചെണ്ണ വിലയിലെ കുതിപ്പും ഹോട്ടലുകൾക്ക് ഇരുട്ടടിയായി. മാംസ വിപണന രംഗത്ത് നിലവിൽ കോഴിവില മാത്രമാണ് സർക്കാർ പരിശോധിക്കുന്നത്. ആട്, പോത്തിറച്ചി വിലയിൽ ഏകീകരണമില്ല. ചൂഷണം അവസാനിപ്പിക്കാൻ സർക്കാർ ഇടപെടണമെന്നാണ് ഹോട്ടൽ ഉടമകൾ ആവശ്യപ്പെടുന്നത്. ബിരിയാണി പ്രേമികൾക്ക് ഈ വാർത്ത വലിയ തോതിലുള്ള നിരാശയായിരിക്കും ഉണ്ടാക്കുന്നത്.